വെൽക്കം ടു ഓൾ. എല്ലാവർക്കും ഇന്നത്തെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ 4th മൊഡ്യൂളിലെ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ സെലക്ഷൻ ഓഫ് സൈറ്റ് ഫോർ കൺസിഡറേഷൻ. അതായത് ഒരു ബ്രിഡ്ജ് സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് ബ്രിഡ്ജ് സൈറ്റ് സെലക്ട് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് മിനിമം വിഡ്ത്ത് ആണ്. ഇത് ഓൾറെഡി നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയി പറയുന്നില്ല. അപ്പോൾ ജസ്റ്റ് ആ നെയിം മാത്രം മെൻഷൻ ചെയ്ത് പോകുന്നുള്ളൂ. മിനിമം വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ സ്പാനിന് ഈക്വൽ ആയിട്ട് പ്രൊപ്പോർഷൻ ആണ്. അതുകൊണ്ട് തന്നെ സ്പാൻ കൂടുന്നതിനനുസരിച്ച് എന്ത് കൂടും? കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? വിഡ്ത്ത് കുറഞ്ഞ വിഡ്ത്ത് കുറഞ്ഞ റീജിയനിൽ മാത്രമേ നമ്മൾ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഗുഡ് ഫൗണ്ടേഷൻ ആയിരിക്കണം, സ്ട്രെയിറ്റ് റീച്ച് ആൻഡ് ഫേം ബാങ്ക് ആയിരിക്കണം. അതുപോലെ തന്നെ സ്ക്വയർ അലൈൻമെൻറ്റ്, കോൺഫ്ലുവൻസ് ഓഫ് ദി ട്രൈബ്യൂട്ടറീസ്, അതായത് കോൺഫ്ലുവൻസ് ഓഫ് ട്രൈബ്യൂട്ടറീസ് ഒന്നും ഇല്ലാത്ത സ്ഥലത്തായിരിക്കണം. അങ്ങനെയുള്ള സ്ഥലമാണെങ്കിൽ അവിടെ എന്തിനുള്ള ചാൻസ് ഉണ്ട്? കൂടുതൽ ടർബുലൻസ് ഫ്ലോയ്ക്കുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അത് ഒഴിവാക്കി മാക്സിമം റിവറിൻ്റെ സ്റ്റഡി ഫ്ലോ ഉള്ള സ്ഥലത്ത് മാത്രമേ നമ്മൾ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി സൈറ്റ് അഡോപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെന്ന് വെച്ചാൽ സഫീഷ്യൻറ്റ് ഫ്രീ ബോർഡ് അവൈലബിൾ ആയിരിക്കണം നേവിഗേഷൻ പേർപ്പസിനൊക്കെ വേണ്ടിയിട്ട്. ദെൻ വാട്ടർ വേ, വെലോസിറ്റി ഓഫ് ഫ്ലോ, അവൈലബിലിറ്റി ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ, ഈസി ഡൈവേർഷൻ ഓഫ് ദി സ്ട്രീം. അപ്പോൾ ഇത്രയാണ് ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോവാം. അലൈൻമെൻറ്റ് ഓഫ് എ ബ്രിഡ്ജ്. അപ്പോൾ കോമൺലി 3 ടൈപ്പ് ഓഫ് അലൈൻമെൻറ്റ് ഉണ്ട്. ഫസ്റ്റ് വൺ സ്ക്വയർ അലൈൻമെൻറ്റ്, സ്ക്യൂ അലൈൻമെൻറ്റ് ആൻഡ് കർവ്ഡ് അലൈൻമെൻറ്റ്. അപ്പോൾ എന്താണ് അലൈൻമെൻറ്റ് ഓഫ് എ ബ്രിഡ്ജ് അല്ലെങ്കിൽ അലൈൻമെൻറ്റ് ഓഫ് എ റോഡ് എന്ന് പറയുന്നത്? അപ്പോൾ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു പർട്ടിക്കുലർ റോഡ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ബ്രിഡ്ജോ റെയിൽവേ ട്രാക്കോ എന്തും ആവട്ടെ, ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആവട്ടെ, അതൊക്കെ നമ്മൾ അതിൻ്റെ ആ പർട്ടിക്കുലർ വേ ഫിക്സ് ചെയ്യാൻ വേണ്ടി അതിന് പ്രീവിയസ് ആയി നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽ ആയിട്ട് സർവേ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സർവേ ചെയ്തിട്ട് ആ ഒരു ബ്രിഡ്ജിൻ്റെ പാത്ത് ഫിക്സ് ചെയ്യുക. അത് പാത്ത് ഫിക്സ് ചെയ്യപ്പോഴും ആദ്യം സെൻറ്റർ ലൈൻ മാത്രമായിരിക്കും ഫിക്സ് ചെയ്യുക. നമ്മൾ മാപ്പിലൊക്കെ കാണിക്കുമ്പോൾ കീ പ്ലാനിലും മാപ്പിലൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സെൻറ്റർ ലൈൻ മാത്രമായിരിക്കും കാണിക്കുക. അപ്പോൾ അതിൻ്റെ ആ സെൻറ്റർ ലൈൻ ഫിക്സ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു റോഡിൻ്റെ ആയിക്കോട്ടെ, ബ്രിഡ്ജിൻ്റെ ആയിക്കോട്ടെ, റെയിൽവേ ട്രാക്കിൻ്റെ എന്തിൻ്റെയോ ആയിക്കോട്ടെ, അതിൻ്റെ സെൻറ്റർ ലൈനിനെയാണ് നമ്മൾ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ആ സെൻറ്റർ ലൈൻ പിന്നെ എൻലാർജ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്രിഡ്ജ് അല്ലെങ്കിൽ റോഡൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ കോമൺലി ആ ബ്രിഡ്ജ് അല്ലെങ്കിൽ അതിൻ്റെ ആ പാത്തിനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്? അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. സെൻട്രൽ ലൈൻ ഓഫ് എ ബ്രിഡ്ജ് ഈസ് നോൺ ആസ് അലൈൻമെൻറ്റ്, ഓർ സെൻട്രൽ ലൈൻ ഓഫ് എ റോഡ് ഈസ് നോൺ ആസ് അലൈൻമെൻറ്റ്. അപ്പോൾ കോമൺലി അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ സർവേ കഴിഞ്ഞിട്ട് ആ പൊസിഷൻ ഫിക്സ് ചെയ്യാൻ പോകുന്ന ആ പൊസിഷൻ ഓഫ് ദി റോഡാണ് നമ്മൾ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ കോമൺലി 3 കൈൻഡ് ഓഫ് അലൈൻമെൻറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സ്ക്വയർ അലൈൻമെൻറ്റ് ആണ്. അപ്പോൾ സ്ക്വയർ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ അലൈൻമെൻറ്റ് എപ്പോഴും റിവറിന് റൈറ്റ് ആംഗിൾ ആയിട്ടായിരിക്കും നമ്മൾ എപ്പോഴും കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അതാണ് സ്ക്വയർ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. കൂടാതെ സ്ക്വയർ അലൈൻമെൻറ്റ് ആണ് ഏറ്റവും ബെസ്റ്റ് അലൈൻമെൻറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. കാരണം അതിൽ ഒരു തരത്തിലുള്ള കോംപ്ലിക്കേഷനും പിന്നെ വരുന്നില്ല. റിവറിന് പ്രോപ്പർലി റൈറ്റ് ആംഗിൾ ആയിട്ടാണ് നമ്മൾ റിവറിൻ്റെ ഫ്ലോയ്ക്ക് റൈറ്റ് ആംഗിൾ ആയിട്ടാണ് നമ്മളത് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈസി ടു കൺസ്ട്രക്റ്റ് ആണ്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ നമുക്ക് കുറയ്ക്കുവാൻ വേണ്ടി പറ്റും. അതായത് കൂടുതൽ ഡിസൈനും കാര്യങ്ങളൊന്നും വരുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് സ്ക്വയർ അലൈൻമെൻറ്റ് ആണ് വരുന്നത്. നമ്മൾ കൂടുതലും കണ്ടുവരുന്നതൊക്കെ സ്ക്വയർ അലൈൻമെൻറ്റ് ആണ്. അതായത് റിവറിൻ്റെ ആക്സിസിന് റൈറ്റ് ആംഗിൾ ആയിട്ട് കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ബ്രിഡ്ജിനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ക്വയർ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ സ്ക്യൂ അലൈൻമെൻറ്റ് എന്നാണ്. അതായത് റിവറിൻ്റെ ആക്സിസിന് റൈറ്റ് ആംഗിൾ അല്ലാതെ നമ്മൾ അക്യൂട്ട് ആംഗിളോ അല്ലെങ്കിൽ എൻലാർജ്ഡ് ആംഗിളൊക്കെ ഒബ്സ്റ്റ്യൂസ് ആംഗിളിലൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്യൂ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് റിവറിൻ്റെ ആക്സിസിന് റൈറ്റ് ആംഗിൾ അല്ലാതെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആംഗിൾസിനെ മറ്റേതെങ്കിലും തരത്തിലുള്ള ആംഗിൾസിൽ കൺസിഡർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്ക്യൂ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോമൺലി സ്ക്യൂ അലൈൻമെൻറ്റ് വെരി ഡിഫിക്കൽട്ട് ടു കൺസ്ട്രക്റ്റ് ആണ്. അതുപോലെ തന്നെ അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടെങ്കിൽ തന്നെ അവിടെ എപ്പോഴും എന്തായിരിക്കും? റിവറിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ അല്ലാത്തതുകൊണ്ട് ഫ്ലോ എപ്പോഴും അവിടെ ടർബുലൻസ് ആയിരിക്കും. അപ്പം കൂടുതൽ പ്രഷറും വൈബ്രേഷൻസ് ഒക്കെ ബ്രിഡ്ജിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ സ്ട്രെങ്ത് ആയിരിക്കണം അതിൻ്റെ അബട്ട്മെൻറ്റും പിയേഴ്സിനൊക്കെ ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിൻ്റെ എന്ത് കൂടും? കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ അതിനനുസരിച്ച് കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഓഫ് അലൈൻമെൻറ്റ് എന്ന് വെച്ചാൽ കർവ്ഡ് അലൈൻമെൻറ്റ് ആണ്.
അപ്പോൾ കോമൺലി കേർവ്ഡ് അലൈൻമെൻ്റ് ആണ് ഈസ്തെറ്റിക് അപ്പിയറൻസ് കൂടുതലുള്ളത്. അതായത് കാണുമ്പോൾ ഒരു ഏറ്റവും കൂടുതൽ ഭംഗി ഉള്ളത് എപ്പോഴും എന്തായിരിക്കും, കേർവ്ഡ് അലൈൻമെൻ്റ് ആയിരിക്കും. പക്ഷേ നമ്മൾ മാക്സിമം എന്ത് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, കേർവ്ഡ് അലൈൻമെൻറ്റ് അവോയ്ഡ് ചെയ്തിട്ട് പോസിബിൾ ആണെങ്കിൽ നമ്മുടെ അവിടെ സ്ക്വയർ അലൈൻമെൻറ്റ് തന്നെ അഡോപ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇനി പോസിബിൾ അല്ലാത്ത കേസാണ് നമ്മളുടെ സ്ക്യൂ അലൈൻമെൻറ്റ് അഡോപ്റ്റ് ചെയ്തിട്ട് കേർവ്ഡ് അലൈൻമെൻറ്റ് നമ്മൾ കേർവ് വരുന്ന റീജിയൻ നമ്മൾ മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൺസ്ട്രക്ഷനും മെയിൻ്റനൻസും വളരെ ഡിഫിക്കൽട്ടാണ്. കൂടുതൽ ഡിസൈനും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അതുതന്നെ നമ്മൾ കേർവ്ഡ് അലൈൻമെൻറ്റ് ആയിരിക്കുമ്പോൾ അവിടെ ഈ സാധാരണ വാട്ടർ പ്രഷറും ബൊയൻസിക്കും അപ്പുറം മറ്റൊരു ഫോഴ്സ് കൂടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ബ്രിഡ്ജ് ഡിസൈനും കൺസ്ട്രക്റ്റും ഒക്കെ ചെയ്യാൻ വരും. അതായത് കേർവ്ഡ് പാത്തിൽ വരുന്ന ഫോഴ്സ് ഏതാണ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വരും. അപ്പോൾ ഈ അഡീഷണൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെയും കൂടി കോമ്പൻസേറ്റ് ചെയ്യുന്ന വിധത്തിൽ വേണം നമ്മൾ ബ്രിഡ്ജ് കൺസ്ട്രക്ട് ചെയ്യാൻ. അപ്പോൾ കോമൺലി നമ്മൾ മാക്സിമം എന്താ ചെയ്യുന്നത്, കേർവ്ഡ് അലൈൻമെൻറ്റ് മിനിമൈസ് ചെയ്ത് ഇല്ലാതാക്കിയിട്ട് മാക്സിമം നമ്മൾ ബെസ്റ്റ് അലൈൻമെൻ്റ് ആയ സ്ക്വയർ ആണ് എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് വെച്ചാൽ സർവീസ് പ്ലാൻ ഡോക്യുമെൻറ്റ് ടു ബി പ്രിപ്പയർഡ് ഫോർ ബ്രിഡ്ജ് കൺസ്ട്രക്ഷൻ. അതായത് ബ്രിഡ്ജ് കൺസ്ട്രക്ഷന് വേണ്ടി നമ്മൾ ചെയ്യുന്ന സർവീസ്, അതുപോലെ തന്നെ പ്ലാൻസ്, ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ സർവീസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് എന്നും അതുപോലെ ഏതൊക്കെ സർവീസാണ് നമ്മൾ ബ്രിഡ്ജ് കൺസ്ട്രക്ഷന് വേണ്ടി ചെയ്യുന്നതുമെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഡോക്യുമെൻറ്റ്സിൽ നമ്മൾ നോക്കുന്നത് ഇൻഡെക്സ് മാപ്പ്. ഇപ്പോൾ ഇൻഡെക്സ് മാപ്പ് അപ്പോൾ നമുക്ക് നോക്കാം. After all necessary surveys are conducted, a map is providing which showing all necessary details which is called index map. അതായത് നമ്മൾക്ക് ആവശ്യമായ എല്ലാ സർവീസും കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു മാപ്പ് പ്രൊവൈഡ് ചെയ്യും. അതായത് മാപ്പ് ഉണ്ടാക്കും. ആ മാപ്പിലെന്ന് പറയുമ്പോൾ നമുക്ക് ആവശ്യമായ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ സൈറ്റിൻ്റെ കൺസിഡറേഷനും എല്ലാത്തിനും നമുക്ക് ആവശ്യമായ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ഒരു മാപ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യും. അതാണ് ഇൻഡെക്സ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ബ്രിഡ്ജ് അല്ലെങ്കിൽ റോഡ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട സർവേസ് ഏതൊക്കെയാണ്, പ്രിലിമിനറി സർവേ, റെക്കഗ്നൈസ് സർവേ, പ്രിലിമിനറി സർവേ ആൻഡ് സെക്കൻഡറി സർവേ. ഈ 3 സർവീസ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡീറ്റെയിൽസിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത എല്ലാ ഡാറ്റാസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മാപ്പായിരിക്കും ഇൻഡെക്സ് മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ it includes bridge showing final location, alternate site considered and rejected, topography, existing means of communication, important towns. അതായത് ബ്രിഡ്ജിൻ്റെ ഫൈനൽ ലൊക്കേഷൻ, നമ്മൾ ഫിക്സ് ചെയ്ത ലൊക്കേഷൻ, അതുപോലെ തന്നെ മറ്റേതൊക്കെ ലൊക്കേഷൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ റിജക്റ്റ് ആയിട്ടുണ്ട്, പിന്നെ ആ പർട്ടിക്കുലർ ഏരിയയുടെ ടോപ്പോഗ്രഫി, എക്സിസ്റ്റിംഗ് അതർ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇമ്പോർട്ടൻറ്റ് ടൗൺസ്, ഇമ്പോർട്ടൻറ്റ് ബെഞ്ച് മാർക്ക്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതായിരിക്കും നമ്മുടെ ഇൻഡെക്സ് മാപ്പ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡോക്യുമെൻ്റ് എന്ന് വെച്ചാൽ കോണ്ടൂർ സർവേ പ്ലാൻ. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. It shows the topographical features extending upstream and downstream side of the proposed bridge site to the following distances. അതായത് കോണ്ടൂർ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ലെവൽ കാണിക്കുന്നതായിരിക്കും കോണ്ടൂർ പ്ലാൻ എന്ന് പറയുന്നത്. നിങ്ങളൊക്കെ സർവേ ക്യാമ്പ് ചെയ്തപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയി കോണ്ടൂർ പ്ലാനൊക്കെ സ്വന്തം വരച്ചവരാണ്. അപ്പോൾ കോണ്ടൂർ സർവേ പ്ലാൻ എന്ന് വെച്ചാൽ അതായത് ബ്രിഡ്ജ് സൈറ്റിൻ്റെ കോണ്ടൂർ പ്ലാൻ എന്ന് വെച്ചാൽ ബ്രിഡ്ജിൻ്റെ അപ്സ്ട്രീമും ഡൗൺസ്ട്രീം സൈഡിലോട്ടുള്ള ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും കവർ ചെയ്തിട്ടുള്ളതായിരിക്കും കോണ്ടൂർ സർവേ പ്ലാൻ എന്ന് പറഞ്ഞാൽ. അത് എത്ര ഡീറ്റെയിൽസ് ഒക്കെയാണെന്ന് നോക്കാം. 100 meter when catchment area is less than 3 square meter. അതായത് ഇപ്പോൾ ബ്രിഡ്ജിൻ്റെ അല്ലെങ്കിൽ ആ റിവറിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയുന്നത് 3 square meterൽ കുറവാണെങ്കിൽ 100 meter ക്യാച്ച്മെൻറ്റ് ഏരിയയിലുള്ള കോണ്ടൂർ പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഇനി ക്യാച്ച്മെൻറ്റ് ഏരിയ 3 to 5 square meter ആണെങ്കിൽ നമ്മൾ 300 meter വരെയുള്ള പ്ലാൻ പ്രിപ്പയർ ചെയ്യും. ഇനി മോർ ദാൻ 50 square meter ആണെങ്കിൽ നമ്മൾ 1.5 kilometer വരെയുള്ള എന്ത് ചെയ്യും, കോണ്ടൂർ പ്ലാനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്ലാൻ എന്ന് വെച്ചാൽ സൈറ്റ് പ്ലാൻ ആണ്. ഇറ്റ് ഷോയിങ് നെയിം ആൻഡ് ലൊക്കേഷൻ ഓഫ് ദി ബ്രിഡ്ജ് ആൻഡ് റോഡ്, ഡയറക്ഷൻ ഓഫ് ഫ്ലോ, മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ്, ലോവസ്റ്റ് ഡിസ്ചാർജ്, അപ്രോച്ചസ്, നിയറസ്റ്റ് ടൗൺ ഓർ വില്ലേജ്, ലൊക്കേഷൻ ഓഫ് ബെഞ്ച് മാർക്സ്, പീറ്റ്സ് ആൻഡ് ബോറിംഗ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതായിരിക്കും നമ്മുടെ സൈറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ സൈറ്റ് പ്ലാനൊക്കെ എന്താണെന്നൊന്നും ഇനി നിങ്ങൾക്ക് കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾ ഓൾറെഡി വരച്ചതാണ്, നിങ്ങൾ ചെയ്ത
ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പോൾ ഓരോന്ന് ഡീറ്റെയിൽ ആയി പറയേണ്ട കാര്യമില്ല. ഇനി നെക്സ്റ്റ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ ഓഫ് ദി ചാനൽ. ദർ ഷുഡ് ബി മിനിമം 3 സൈഡ് പ്ലാൻ ആൻഡ് 1 അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം ഷോയിങ് ബെഡ് ലെവൽ. അപ്പം 3 സൈഡ് പ്ലാൻ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു അപ്സ്ട്രീമും ഡൗൺ സ്ട്രീമും ബെഡ് ലെവലൊക്കെ കാണിക്കുന്നത് ഉണ്ടാവും. അതുപോലെ തന്നെ ഗ്രൗണ്ട് ലെവൽസ്, നേച്ചർ ഓഫ് ദി സോയിൽ ലൊക്കേഷൻ ആൻഡ് ഡെപ്ത് ഓഫ് ദി ട്രയൽ പീറ്റ്സ്, ഹൈ ഫ്ലഡ് ലെവൽ ആൻഡ് ലോ വാട്ടർ ലെവൽ. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതായിരിക്കും നമ്മുടെ ക്രോസ് സെക്ഷൻ ഓഫ് ദി ചാനൽ എന്ന് പറയാം. അപ്പോൾ ക്രോസ് സെക്ഷൻ ഓഫ് ദി ചാനൽ എത്ര കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടാവും? ദർ ഷുഡ് ബി 3 സൈഡ് പ്ലാൻ ഉണ്ടാവും. അതുപോലെ തന്നെ 1 അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം ഷോയിങ് ബെഡ് ലെവൽസ് ഉണ്ടാവും. ഗ്രൗണ്ട് ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നേച്ചർ ഓഫ് ദി സോയിൽ ആൻഡ് ലൊക്കേഷൻ, ഡെപ്ത് ഓഫ് ദി ട്രയൽ പിറ്റ്സ്, ഹൈ ഫ്ലഡ് ലെവൽ ആൻഡ് ലോ വാട്ടർ ലെവൽ. ഇത്രയും കാര്യങ്ങൾ അടങ്ങിയതായിരിക്കും നമ്മുടെ ക്രോസ് സെക്ഷൻ ഓഫ് ദി ചാനൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ട ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോളിക് ഡാറ്റാസ് ആണ്. അതായത് സോയിൽ ക്യാരക്ടറിസ്റ്റിക്സ് വേണം, സ്റ്റോറേജ്, ആർട്ടിഫിഷ്യൽ ഓർ നാച്ചുറൽ ഇൻ ദി ക്യാച്ച്മെൻറ്റ്, ദെൻ റെയിൻഫോൾ ഡാറ്റ വേണം, ഡാറ്റ റിഗാർഡിംഗ് ഹൈ ഫ്ലഡ് ലെവൽ ആൻഡ് എഫക്റ്റ് ഓഫ് എഫ്ലേറ്റ്സ് ഇൻ ദ വിസിനിറ്റി. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയതായിരിക്കും നമ്മുടെ ഹൈഡ്രോളിക്കൽ ഡാറ്റ എന്ന് പറയുന്നത്. ഇനി ജിയോളജിക്കൽ ഡാറ്റ. ജിയോളജിക്കൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ നേച്ചർ ആൻഡ് പ്രോപ്പർട്ടി ഓഫ് സോയിൽ ഇൻ ബെഡ്, സോയിലിൻ്റെ പ്രോപ്പർട്ടിയും നേച്ചറും വേണം. ബാങ്ക്സ് ആൻഡ് അപ്രോച്ചസ് ഇൻ ട്രയൽ പിറ്റ് സെക്ഷൻ, ട്രയൽ പിറ്റ് സെക്ഷനിൽ വരുന്ന ബാങ്ക്സും അപ്രോച്ചസ് ഒക്കെ വേണം. ബിയറിംഗ് കപ്പാസിറ്റി വേണം. ഫൗണ്ടേഷൻ്റെ സ്യൂട്ടബിൾ ഡെപ്ത്, അതുപോലെ തന്നെ ഇനി എർത്ത് ക്വേക്കിന് വല്ല ചാൻസ് ഉണ്ടോ, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ജിയോളജിക്കൽ ഡാറ്റയിൽ കിട്ടണം. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ ക്ലൈമറ്റ് ഡാറ്റ. ക്ലൈമറ്റ് ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താ, ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ടാവും, പിന്നെ സൈക്ലോണിന് വല്ല ചാൻസ് ഉണ്ടോ, അത് വിൻഡ് വെലോസിറ്റി, റെയിൻഫോൾ ഡീറ്റെയിൽസ്, അങ്ങനെ എല്ലാം അടങ്ങിയതായിരിക്കണം എന്ത് വരുന്നത്, ക്ലൈമാറ്റിക് ഡാറ്റയിൽ വേണ്ടത്. ദെൻ ഡിസൈൻ സ്റ്റാൻഡേർഡ്. ഡിസൈൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ലോഡ്സ് വേണം. അതുപോലെ തന്നെ എത്രമാത്രം ക്ലിയറൻസ് റിക്വയർഡ് ആവണം. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ബ്രിഡ്ജസിൻ്റെ നിയർ ബൈ ഉള്ള ഏരിയ ഇൻഫർമേഷൻ, നിയർ ബൈ വേറെ ഏതെങ്കിലും ബ്രിഡ്ജസ് ഉണ്ടോ, നിയർ ബൈ ഏതെങ്കിലും വലിയ ബിൽഡിങ്സ് ഉണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അടങ്ങിയതായിരിക്കണം എന്ത്, ഡിസൈൻ ഡാറ്റാസിൽ വേണ്ടത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ്. ദ മാക്സിമം ഫ്ലോ ദാറ്റ് ക്യാൻ ബി the maximum flow that can even be expected to flow under the bridge is known as maximum flood discharge. അതായത് മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇൻ കേസ് ഫ്യൂച്ചറിൽ ഒരു ഫ്ലഡ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ എത്രമാത്രം ലെവലിൽ, എത്രമാത്രം ഹൈറ്റിൽ ഈ ബ്രിഡ്ജ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് താഴെയായിട്ട് ഫ്ലോ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. അതായത് ബ്രിഡ്ജ് കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഹെവി റെയിനൊക്കെ ആണെങ്കിൽ എത്രമാത്രം ഫ്ലോ ബ്രിഡ്ജിൻ്റെ അണ്ടറിലായിട്ട് വരാൻ, എത്രമാത്രം ഹൈറ്റിൽ ഫ്ലോ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് പറയുന്നതാണ് മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ എസ്റ്റിമേറ്റഡ് ഓൺ ദ ബേസിസ് ഓൺ റെക്കോർഡ്സ് ഓർ നോട്ട് ലെസ് ദാൻ 50 ഇയേഴ്സ്. 50 ഇയേഴ്സിൽ കുറഞ്ഞിട്ടുള്ള റെക്കോർഡ്സുകൾ എടുത്തിട്ട് അതിൽ എത്ര ഹൈറ്റിൽ, ഇത്രയും കാലത്തിൽ എത്ര ഹൈറ്റിൽ ഫ്ലോ വന്നിട്ടുണ്ടെന്നൊക്കെ പ്രീവിയസ് റെക്കോർഡ്സ് ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് നമ്മളിപ്പോൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ വാട്ടർവേ. ദ ഏരിയ ത്രൂ വിച്ച് വാട്ടർ ഫ്ലോസ് അണ്ടർ എ ബ്രിഡ്ജ് ഈസ് നോൺ ആസ് വാട്ടർവേ. അതായത് ബ്രിഡ്ജിൻ്റെ അണ്ടറിലായിട്ട് വാട്ടർ ഫ്ലോ ക്യാരി ചെയ്യുന്ന ആ ഏരിയയിലാണ് നമ്മൾ വാട്ടർവേ എന്ന് പറയുന്നത്. The area through which water flows under a bridge is known as waterway of the bridge or artificial waterway. It should be sufficient to pass the water without causing excessive velocity and scoring. വാട്ടർവേ എന്ന് പറയുമ്പോൾ എക്സസീവ് വെലോസിറ്റിയോ അല്ലെങ്കിൽ എക്സസീവ് സ്കോറിംഗ് ഒന്നും ഇല്ലാതെ സ്മൂത്ത്ലി എപ്പോഴും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ദെൻ വാട്ടർവേ റിക്വയർഡ് ഈസ് ഈക്വൽ ടു മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് ഡിവൈഡ് ബൈ സേഫ് പെർമിസിബിൾ വെലോസിറ്റി. അപ്പോൾ വാട്ടർവേ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷനാണിത്. വാട്ടർവേ റിക്വയർഡ് ഇസ് ഈക്വൽ ടു മാക്സിമം ഫ്ലഡ് ഡിസ്ചാർജ് ഡിവൈഡ് ബൈ സേഫ് പെർമിസിബിൾ വെലോസിറ്റി. ദെൻ അനദർ ടേം എന്ന് പറയുന്നത് എക്കണോമിക് സ്പാൻ ആണ്. ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ദാറ്റ് ദ കോസ്റ്റ് ഓഫ് എ ബ്രിഡ്ജ് ഡിക്രീസസ് വിത്ത് ഡിക്രീസിങ് ദ ലെങ്ത് ഓഫ് ദി സ്പാൻ. ഈ കൺസെപ്റ്റ് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതായത് കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ബ്രിഡ്ജിൻ്റെ ലെങ്ത് ഡിക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കുറയും. ഓക്കെ, ദാറ്റ് ഈസ് അതെന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കൺസ്ട്രക്ഷനും ഇൻക്രീസ് ചെയ്യും. അതായത് നമ്പർ ഓഫ് സ്പാൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കൺസ്ട്രക്ഷൻ കോസ്റ്റും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ദ സ്പാൻ വിച്ച് ഈസ് ദ ടോട്ടൽ കോസ്റ്റ് ഈസ് മിനിമം ഈസ് നോൺ ആസ് ദ എക്കണോമിക് സ്പാൻ. അതായത് ഒരു പർട്ടിക്കുലർ സ്പാനിൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ഏറ്റവും മിനിമം വരുന്ന
സ്പാനിനെയാണ് നമ്മൾ എക്കണോമിക് സ്പാൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ സ്പാൻ വിച്ച് ദ ടോട്ടൽ കോസ്റ്റ് മിനിമം വരുന്ന ആ സ്പാനിനെയാണ് നമ്മൾ എക്കണോമിക് സ്പാൻ എന്ന് പറയുന്നത്. ഇതാണ് ഫിഗർ. അതിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ഈ ലാസ്റ്റ് പിയറിനെയാണ് നമ്മൾ അബട്ട്മെന്റ് എന്ന് പറയുന്നത്. ലാസ്റ്റ് സപ്പോർട്ട് എൻഡ് ടു എൻഡ് സപ്പോർട്ടിനെയാണ് നമ്മൾ അബട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് അബട്ട്മെന്റ് ടു എൻഡ് ഓഫ് ദി പിയർ, ഈ അനദർ ഇന്റർമീഡിയറ്റ് സപ്പോർട്ടിനെയൊക്കെ നമ്മൾ പിയർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത്. അതായത് എൻഡ് ടു എൻഡ് ഓഫ് എ പിയർ ഓർ എൻഡ് ടു എൻഡ് ഫ്രം ദി അബട്ട്മെന്റ് ടു പിയർ, ഈ ഒരു ക്ലിയർ സ്പാനിനെയാണ് നമ്മൾ ക്ലിയർ ആയിട്ടുള്ള സ്പാനിനെ ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത്. ഇനി ഇതാണ് നമ്മുടെ അബട്ട്മെന്റ്, എൻഡ് സപ്പോർട്ട് അബട്ട്മെന്റ്, അതർ വരുന്ന ഓൾ ഇന്റർമീഡിയറ്റ് സപ്പോർട്ട് ആർ നോൺ ആസ് പിയർ. ആൻഡ് പിന്നെ സ്പാൻ എന്ന് പറയുമ്പോൾ എന്താ, ഈ സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസ് ഓഫ് ദി പിയർ ഈസ് നോൺ ആസ് സ്പാൻ. അബട്ട്മെന്റിൽ വരുമ്പോൾ ഈ പിയറിൻ്റെ അബട്ട്മെന്റ് ടു ഈ ബ്രിഡ്ജിൻ്റെ ഈ സെൻറ്ററിലായിട്ടാണ് വരുന്നത്. പിയറിൻ്റെ സെൻറ്റർ ടു. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്കറിയാം എന്താണ്, സെൻറ്റർ ഓഫ് ദി അബട്ട്മെന്റ് അല്ല എടുത്തിട്ടുള്ളത്, മറിച്ച് സെൻറ്റർ ഓഫ് ദി ബിയറിംഗ് ആണ് എടുത്തിട്ടുള്ളത്. അതാണ് സ്പാൻ എന്ന് പറയുന്നത്. ഇനി ടോട്ടൽ ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത് ഇത്രയാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്, അതായത് എൻഡ് ടു എൻഡ് ആണ് കേട്ടോ. ഇനി ടോട്ടൽ സ്പാൻ എന്ന് പറയുമ്പോൾ എൻഡ് ടു എൻഡ് ഡിസ്റ്റൻസ് ഓഫ് ദി ബിയറിംഗ്സ് ആണ് ടോട്ടൽ സ്പാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എക്കണോമിക് സ്പാൻ എന്ന് പറയുന്നത് ഏതാണ്, ഈ ക്ലിയർ സ്പാനെയാണ് നമ്മൾ എക്കണോമിക് സ്പാനായി എടുത്തിട്ടുള്ളത്. അതായത് ഈ രണ്ട് ഇന്റർമീഡിയറ്റ് പിയറിൽ വരുന്ന ആ സ്പാനിനെയാണ് നമ്മൾ എക്കണോമിക് സ്പാനായിട്ട് എടുത്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താണ്, നമ്മൾ ബിയറിങ്ങിൻ്റെ സെൻറ്റർ ടു പിയറിൻ്റെ സെൻറ്ററാണ് എടുത്തത്. അപ്പോൾ ഈ സ്പാനിനേക്കാളും ഈ സ്പാൻ കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏറ്റവും കുറവ് വരുന്ന സ്പാൻ കുറവ് വരുന്നത് ആയിരിക്കും കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ എപ്പോഴും കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ സ്പാൻ കൂടുന്നതിനനുസരിച്ച് നമ്മളെ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സ്പാൻ ആയിരിക്കും എന്ത്, എക്കണോമിക് സ്പാൻ എന്ന് പറയുന്നത്. ദെൻ വെർട്ടിക്കൽ ക്ലിയറൻസ്. It is vertical distance between the design high flood level with afflex and the lowest point of bridge superstructure. അതായത് വെർട്ടിക്കൽ ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസൈൻ ഹൈ ഫ്ലഡ് ലെവലിൻ്റെ പോയിന്റും അതുപോലെ തന്നെ ബ്രിഡ്ജിൻ്റെ സൂപ്പർ സ്ട്രക്ചറിൻ്റെ ലോവസ്റ്റ് പോയിന്റ് തമ്മിലുള്ള ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെർട്ടിക്കൽ ക്ലിയറൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ നാവിഗേഷൻ ഓർ ആൻറ്റി ഒബ്സ്ട്രക്ഷൻ റിക്വയർമെൻറ്റ്. അതെന്ന് പറഞ്ഞത് നമ്മുടെ ബ്രിഡ്ജിൻ്റെ സൂപ്പർ സ്ട്രക്ചറിൻ്റെ ലോവസ്റ്റ് പോയിന്റും അതുപോലെ തന്നെ ഡിസൈൻ ഹൈ ഫ്ലഡ് ലെവലിൻ്റെ പോയിന്റും വരുന്ന ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വെർട്ടിക്കൽ ക്ലിയറൻസ് എന്ന് പറയുന്നത്. Okay, then freeboard. It is the difference between the high flood level and the formation level of road embankment on the approaches or top level of guide bands. അപ്പോൾ freeboard എന്ന് വെച്ചാൽ എന്താണ്, it is the distance between the high flood level ആൻഡ് ഫോർമേഷൻ ലെവൽ. അതായത് റോഡ് എംബാങ്ക്മെൻറ്റിൽ വരുന്ന ഫോർമേഷൻ ലെവലും അതുപോലെ തന്നെ ഹൈ ഫ്ലഡ് ലെവലും തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രീബോർഡ് എന്ന് പറയുന്നത്. Freeboard of high level bridges should be not less than 600 meter, 600 mm. അതായത് ഹൈ ലെവൽ ബ്രിഡ്ജസിനൊക്കെ മിനിമം 600 mm എങ്കിലും എന്തുണ്ടായിരിക്കണം, ഫ്രീബോർഡ് ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ്. Then length of a bridge. It is taken as the overall length measured along the center line of a bridge from end to end bridge deck. ലെങ്ത് ഓഫ് എ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഓവറോൾ ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ്, ഓവറോൾ ലെങ്ത് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് ബ്രിഡ്ജിൻ്റെ ഡെക്കിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ ആണ് നമ്മൾ ഈ ലെങ്ത് ഓഫ് ദി ബ്രിഡ്ജ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ വിഡ്ത്ത് ഓഫ് റോഡ് വേ ആൻഡ് ഫുട് വേ ഓൺ എ ബ്രിഡ്ജ്. അതായത് റോഡ് വേ അല്ലെങ്കിൽ ഫുട് വേ ബ്രിഡ്ജിൽ എത്ര വിഡ്ത്തിൽ വരുമെന്നാണ്. അപ്പോൾ നമുക്കത് എത്രയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ വിഡ്ത്ത് ഓഫ് റോഡ് വേൻ്റെ കാൽക്കുലേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. ഇതൊരിക്കലും എന്താണ്, ഈ മൂന്ന് ഇതിൽ ഒരിക്കലും ചെറുതാവാൻ പാടില്ല. ഇപ്പോൾ സിംഗിൾ ലൈൻ ആണെങ്കിൽ മിനിമം റോഡ് വേ എന്ന് പറയുന്നത് 4.25 മീറ്റർ എങ്കിലും ഉണ്ടായിരിക്കണം. 2 ലൈൻ ആർ ഡബിൾ ലൈൻ ആണെങ്കിൽ 7.5 മീറ്ററും, ഇനി 3.5 മീറ്റർ ഫോർ എവറി അഡീഷണൽ ലൈൻ. ഇനി കൂടുതൽ എത്ര ലൈൻ ഉണ്ടെങ്കിലും 2 ലൈനിൽ കൂടുതലാണെങ്കിൽ 3.5 മീറ്റർ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇനി ഫുട് വേ എന്ന് പറയുന്നത് മിനിമം 1.5 മീറ്റർ എങ്കിലും നിർബന്ധമായിട്ടും
കൊടുത്തിരിക്കണം. ഓക്കെ, ഇനി ഒരു ബ്രിഡ്ജിൽ ഏതൊക്കെ തരത്തിലുള്ള ലോഡ്സ് വരുന്നുണ്ട് എന്നതാണ്. ഡെഡ് ലോഡ് വരുന്നുണ്ട്, ലൈവ് ലോഡ്, ഇമ്പാക്റ്റ് എഫക്റ്റ് ഓഫ് ലൈവ് ലോഡ്, ഇമ്പാക്റ്റ് ലോഡ്, വിൻഡ് ലോഡ്, ലാറ്ററൽ ലോഡ്, ലോഞ്ചിറ്റ്യൂഡിനൽ ഫോഴ്സ്, സ്റ്റാറ്റിക് ആൻഡ് കൈനാറ്റിക് ഫോഴ്സസ്, ടെമ്പറേച്ചർ സ്ട്രെസ്സസ് എക്സെട്ര തുടങ്ങിയ ഒരുപാട് ലോഡ്സ് വരുന്നത്, എർത്ത് പ്രഷർ, ബോയൻസി, അതൊക്കെ വരുന്നുണ്ട് ബ്രിഡ്ജിൽ അനുഭവപ്പെടുന്ന ലോഡ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ കൂടുതൽ ഒരുപാട് ടേംസ് ഒക്കെ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ഒരു ഫിഗർ ഞാൻ തന്നിട്ടുണ്ട്. അപ്പം PPT-യിൽ തന്നിട്ടുണ്ട്. ആ ഫിഗറിൽ ഈ പറഞ്ഞ ടേംസ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സബ്സ്ട്രക്ചർ എന്നുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം.